പിച്ച വെച്ച നാൾ മുതൽ കോന്നി എന്റെ സ്വന്തം എന്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടി എന്നും പിച്ച വെച്ച നാൾ മുതൽ കോന്നി എന്റെ സ്വന്തം എന്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടി എന്നും പിച്ച വെച്ച നാൾ മുതൽ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം എന്തിനീ മിഴി രണ്ടും പിടയാതെ പിടയുന്നു കാണാതെ കാണുന്നതാരേ നീ എന്തിനീ മഴമേഘം നനയാതെ നനയുന്നു അറിയാതെ അറിയുന്നതാരേ നീ ചിലമ്പിൻ പുന്നാരം കുറുമ്പിൻ കൂടാരം നമുക്കായി പൂത്തില്ലേ കിനാവിൻ പൂപ്പാടം
ആരെഴുതിയാവോ ആകാശനീ എന്റെ കുട്ടിക്കാലത്ത് ഓണം എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പിള്ളേരെല്ലാരും കൂടി മുറ്റത്ത് ഒരു പുൽക്കൂടൊരുക്കും. പിന്നെ ഉച്ചക്ക് മട്ടൻ ബിരിയാണിയൊക്കെ തിന്ന് മഞ്ചുപൂക്കളിൽ നില ഹിമം പൊഴിയുന്ന പൂങ്കാറ്റേ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ युद्ध प्रेमी 75 हमारे युद्ध प्रेमी 75 हमारे ले जा तू कर 77 इशारे दिल मेरा मुक्ता हम काहे तरसते बेचारे ले जा तू कर 77 इशारे दिल मेरा मुक्ता दिल मेरा दिल के दुकानदार है दूसरे भी हम थोड़ा अच्छे हैं वो है फरेबी हाँ दिल के दुकानदार है दूसरे भी हम थोड़ा अच्छे हैं वो है फरेबी महंगा है दिल सबके बस का नहीं ये बिकना है पर तेरी खातिर मुझे भी आज बाजार लुट गया रे ले जा कर तू 77 इशारे दिल मेरा मुक्ता युद्ध प्रेमी 75 हमारे ले जा तू कर 77 इशारे दिल मेरा मुक्ता सोचा तुम्हारा भी दिल हम खरीदे क्या दाम है बोलो काटो रसीदे राम सोचा तुम्हारा भी दिल हम खरीदे क्या दाम है बोलो काटो रसीदे फिर तुमसे करवा ले जैसा भी चाहे नजरें तुम्हारी मेरी हाजिरी दे पर तुम्हारी नजरों से हारे ले जा तू कर 77 इशारे दिल मेरा मुक्ता युद्ध प्रेमी 75 हमारे ले जा तू कर 77 इशारे दिल मेरा मुक्ता दिल मेरा मुक्ता मुक्ता थैंक यू
പണമില്ലാത്തവൻ പിണം, പണമുള്ളവൻ പണക്കാരൻ. അത് ലക്ഷമാണെങ്കിൽ പ്രഭു, ലക്ഷപ്രഭു. കയ്യിലുള്ളത് കോടികളാണെങ്കിൽ അവൻ ഈശ്വരൻ, കോടീശ്വരൻ. അക്കുത്തിക്കൊത്താന വരമ്പേൽ കയ്യേൽ കുത്ത് കരിങ്കുത്ത്, ജീപ്പ്, വള്ളം, താറാമക്കട, കയ്യേൽ ഒരു ബാങ്ക്. ആ ബാങ്കിൽ കിടക്കുന്ന കോടികൾ നിങ്ങളുടെ കൈകളിലെത്താൻ എനിക്ക് വായിൽ തോന്നുന്ന 15 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ജസ്റ്റ് ആൻസർ മീ ആൻഡ് ഗെറ്റ് 1 crore. ക്രോറും കോടിയും ഒന്നിച്ചു വന്നപ്പോ കിറിയൊന്ന് കോടി. കം ലെറ്റ്സ് പ്ലേ. ഞങ്ങൾക്കുമാകണം കോടീശ്വരൻ. ഇന്ന് എന്നോട് മത്സരിക്കാനുള്ള ആളെ കണ്ടെത്തുവാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം. എല്ലാവരും മൂക്കിൽ നിന്നും വിരലെടുത്ത് ബസറിൽ വെച്ച് തയ്യാറായിരിക്കുക. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ ചോദ്യം ഈസ്, ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിൽ അടുക്കി അർത്ഥമുള്ള ഒരു മലയാള പഴഞ്ചൊല്ലാക്കി മാറ്റുക. എ അച്ചി, ബി കൊച്ചി, സി കണ്ടവന്, ഡി വേണ്ട. And the right answer is BC ഏടി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. മത്സരാർത്ഥികളിൽ ഏറ്റവും വേഗത്തിൽ ശരിയുത്തരം പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറഞ്ഞ മഹാബലി തമ്പുരാൻ. I welcome you to the hot seat, sir. നമസ്കാരം സർ. നമസ്കാരം, നമസ്കാരം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, തൊടുപുഴ കണ്ടവന് പുഴ വേണ്ട, മലപ്പുറം കണ്ടവന് പുറവും വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? കൊയിലാണ്ടി കണ്ടവന് അത് വേണ്ടേ? വേണം. ആ, എന്നാ അത് പോയ അണ്ണാനെ പോലെ നിൽക്കാതെ വേഗം പരിപാടി തുടങ്ങാം. വെറും 10 ദിവസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് താങ്കൾ വരാറുള്ളത്. അതിപ്പോ, പണ്ട് റെസിഡന്റ് വിസ ഉണ്ടായിരുന്നു. ഇന്ന് 10ൽ അവസാനത്തെ ദിവസം. കഴിഞ്ഞ 9 ദിവസം താങ്കൾ എവിടെയായിരുന്നു? വന്ന അന്ന് തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഒരു ഷവർമ കഴിച്ചതാ. പിന്നെ ഇന്നാ ഒന്ന് ഡിസ്ചാർജ് ആയത്. യെസ്, ഒരൊറ്റ ഷവർമ മതി ജീവിതം വടിമുട്ടാൻ. ആവേശം കൊള്ളാം. താങ്ക് യു. പക്ഷേ തുപ്പല് തെറിക്കുന്നു. തെക്ക് ഷവർമ, വടക്ക് എൻഡോസൾഫാൻ. രണ്ടറ്റത്തെ വിഷവും നടുക്ക് വിഷമിക്കുന്ന ഒരു ജനതയും. അതാണ് കേരളം. അതിന് എന്നോട് ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനല്ലല്ലോ ഭരിക്കുന്നത്. യെസ്, നൗ ലെറ്റ്സ് ഗോ ഫോർ ഔർ ഗെയിം. ഞങ്ങൾക്കുമാകണം കോടീശ്വരൻ. വെറും 3 അടി മണ്ണ് ചോദിച്ചു വന്നയാൾക്ക് മുന്നിൽ കുനിഞ്ഞു കൊടുത്തു അല്ലേ? ആ, കേരളമാ സ്ഥലം. കുനിഞ്ഞു നിൽക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ ഓർത്തില്ല. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ ഈ മത്സരം കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗുരുജി, കൊടുക്ക്. കുരുതി കൊടുക്കാനോ? കാണം വിറ്റും ഓണം ഉണ്ണണം. ഇത് ഏതാഘോഷത്തെ പറ്റിയുള്ള പഴഞ്ചൊല്ലാണ്. ഫോർ ദ ഓണം ഫുഡ് കാണം സെല്ലിംഗ് ഈസ് അലൗഡ്. വിച്ച് ഫെസ്റ്റിവൽ ഈസ് ദ പഴഞ്ചൊൽ ഓഫ് ദ റിലേഷൻ ഈസ്? ആൻഡ് ദ ഓപ്ഷൻസ് ആർ. 6 ഓപ്ഷൻസ് ഉണ്ടോ? എ ഓണം, ബി ക്രിസ്തുമസ്, സി സ്വാതന്ത്ര്യദിനം, ആൻഡ് ഡി റംസാൻ. എന്റെ കുട്ടിക്കാലത്ത് ഓണം എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പിള്ളേരെല്ലാരും കൂടി മുറ്റത്ത് ഒരു പുൽക്കൂടൊരുക്കും. പിന്നെ ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണിയൊക്കെ തിന്ന് വൈകുന്നേരം പതാക ഉയർത്തുമായിരുന്നു. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ശ്രദ്ധ തെറ്റിക്കാതെ. സോറി. എങ്കിൽ മാവേലിയുടെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? എന്റെ കുട്ടിക്കാലത്തെ ഓണത്തെ കുറിച്ചോ? യെസ്, കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ഓ, എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞാൻ പോയേ പിന്നല്ലേ ഓണം ഉണ്ടായത്. അപ്പൊ ഈ കാണം വിറ്റ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? ഓണം. ഏ ഓണം. ഉറപ്പിക്കട്ടെ. ആ, ഇനി കാല് മാറില്ലല്ലോ. കാല് മാറാൻ ഞാൻ സെൽവരാജ് അല്ല. ഓണം. അതുകൊണ്ട് ലോക്ക് ചെയ്തേ. യെസ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 1.50.
അതായത് 1 രൂപ 50 പൈസ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ 1 രൂപ 50 പൈസ കൊണ്ട് താങ്കൾ എന്ത് ചെയ്യും? 1.5 കുണുവ തന്നിട്ട് എന്ത് ചെയ്യുമെന്ന്. ബുർജ് ഖലീഫയിൽ ഒരു ഫ്ലാറ്റ് മേടിക്കും. വെരി അട്രോഷ്യസ്. മാവേലിക്ക് ബുർജ് ഖലീഫയൊക്കെ എങ്ങനെ അറിയാം? അതിന്റെ പൈലിംഗ് ഒക്കെ അങ്ങ് പാതാളത്തിലാ വന്ന് നിൽക്കുന്നത്. ഇനി 3 രൂപ 40 പൈസയ്ക്ക് വേണ്ടിയുള്ള എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ഒരു ശബ്ദം കേൾപ്പിക്കും. അതാരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയണം. ഐഡന്റിഫൈ ദ ഒച്ച ഓഫ് ദ കേൾപ്പിക്കൽ ഓഫ് ദ മെഡല്ല ഒബ്ലാങ്കേറ്റ ഓഫ് വോയിസ്. 1 2 3 ഒരുത്തരെ വെടിവെച്ചു, മറ്റൊരുത്തരെ തല്ലി, വേറൊരുത്തരെ വെട്ടിക്കൊന്നു. ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദം ആരുടേതാണ്? ഓപ്ഷൻ എ കലാഭവൻ മണി, ബി മണിയംപിള്ള രാജു, സി എൻ.എം. മണി, ടി ഐസുകാരന്റെ മണി. ശോ, ഈ മണി എനിക്കൊരു പണിയാവും. കിട്ടാനുള്ള മണി പോലും ഇല്ലാണ്ടാവൂ. എങ്കിൽ ഞാൻ എന്റെ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിക്കാം. പക്ഷേ അതിന് മുൻപ് കളി അവസാനിച്ചിട്ടില്ല. ആരും എഴുന്നേറ്റ് പോകരുത്. അവിടെ തന്നെ ഇരിക്കണം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ദേ പോയി. ദാ വന്നു. ഓ, വെൽക്കം ബാക്ക് ടു ഞങ്ങൾക്കുമാകാം കോടീശ്വരൻ. എന്ത് പറ്റി? കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. പാടുള്ള ചോദ്യമായിരുന്നു, അതുകൊണ്ടാ. എളുപ്പമുള്ള ചോദ്യങ്ങൾ കിട്ടാൻ ഒരു വഴിയുണ്ട്. ഓ, അതെന്താ? വേറെ ആരോടും പറയില്ലെങ്കിൽ വളരെ രഹസ്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്താ? പറ. ഗുരുജിയെ സ്വാധീനിക്കണം. ഗുരുജിയോ? അതാരാ? ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാ ഗുരുജി. ആഹാ, എന്ത് വേണേലും ചെയ്യാം. പുള്ളി ഒന്ന് വിളിക്കാവോ? ഗുരുജി, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇതാണാ ഗുരുജി? ഞാൻ വിചാരിച്ച് പന്നിയേലി താടി വളർത്തിയതായിരിക്കും. വെറുതെ അല്ല ചവിട്ടി താഴ്ത്തിയത്. ഗുരുജി, ഇതെന്റെ സ്വന്തം ആളാ. എളുപ്പമുള്ളൊരു ചോദ്യം കൊടുക്കണം. ഓഹോ, എന്നെ കൈവിടല്ലേ ഗുരുജി. ഇത് കൊള്ളാം. രാജാവ് രക്ഷപ്പെട്ടു. അതെ അതെ, ഇത് വളരെ സിമ്പിളാ. പിന്നെ അല്ലാതെ. ഏത് കുട്ടിക്കും ഉത്തരം പറയാൻ പറ്റും. ചോദ്യം ഇതാണ്. ഷിറ്റ്, പുല്ല്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് തുടങ്ങിയ പദങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മഹാനടൻ ആര്? ഹൂസ് ഷിറ്റ് ഈസ് ദ മാൻ സംഭാവന ഓഫ് ദ മലയാളം സിനിമ? ഓപ്ഷൻ എ സുരേഷ് ഗോപി, ബി കലാമണ്ഡലം ഗോപി, സി ചിറ്റൂർ ഗോപി ആൻഡ് ഡി ചില്ലി ഗോപി. എളുപ്പമുള്ള ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ? ആര് പറ്റിച്ചു? നിങ്ങൾ ചോദ്യം വ്യക്തമായി കേൾക്കാതിരുന്നത് കൊണ്ടാണ്. ചോദ്യമൊക്കെ വ്യക്തമായിട്ട് ഞാൻ കേട്ടതാ. എങ്കിൽ ഉത്തരം പറയേ. ഇങ്ങനൊരാളെ എനിക്ക് അറിയത്തില്ലെന്ന്. ഇത് വലിയ ചതിയായി പോയി. എടാ ഗുരുജി, ഇതിന് ഉത്തരം പറയിച്ചില്ലെങ്കിൽ നീ ഇവിടെ ഒന്ന് പോകുമെന്ന് വിചാരിക്കണ്ട. ഓ, ഇതിലും ഭേദാ ഷവർമ്മ തിന്നങ്ങ് ചത്താ മതിയായിരുന്നു. അതെ, മറ്റേതിനെ പറ്റി പറ. മറ്റേത്. ആ, താങ്കളുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്ന 3 എണ്ണം ഉണ്ട്. ഫോൺ എ ഫ്രണ്ട്, 50-50 ഓഡിയൻസ് ചോയ്സ്. ഫോണെ ഫ്രണ്ട് ആയിക്കോട്ടെ. ആരാണ് താങ്കളുടെ ഫ്രണ്ട്? ഇപ്പം കേരളം ഭരിക്കുന്ന ആള്. ഹലോ തൊമ്മൻചാണ്ടി സാർ, ഞാൻ പ്രശസ്തനായ സിനിമാ നടൻ സുരേഷ് ഗോപിയാണ്. നമസ്കാരം. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്. താങ്ക് യു സർ. താങ്കളുടെ സിനിമകളായ ടൈറ്റാനിക്, സ്പൈഡർമാൻ, ഇതൊക്കെ 2-3 പ്രാവശ്യം വ്യാജ CD ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രണ്ടിനോട് ചോദ്യം ചോദിക്ക്. എടോ ചാണ്ടി, എന്തോ ഏതോ ഒരു മലയാള നടനെ കുറിച്ചൊരു കുഴക്കണ ചോദ്യം. ഷാറൂഖ് ഖാൻ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? തനിക്ക് പണ്ടേ ഉള്ളതാ ഈ എടുത്തിയാട്ടം. എന്നാ ചോദിക്ക. ഈ നടൻ മലയാള സിനിമയ്ക്ക് ഷിറ്റോ പുല്ലോ എന്തൊക്കെയോ സംഭാവന ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നത്
അത് ഇടവേള ബാബു ആണ് എന്നാണ്. ഛേ, അത് ഓപ്ഷൻസിലില്ല. ഞാനൊരു ക്ലൂ തരാം. ആ നടന് ഭരത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭരതൻ. ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയല്ലോ. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. അത് പറ. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. ഞാൻ രക്ഷപ്പെട്ടു. പെട്ടെന്ന് പറ, സമയം തീരാറായി. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. സൂപ്പി, സൂപ്പി, നാലകത്ത് സൂപ്പി. അത് ഉറപ്പിച്ചോ? ഓ, നാലകത്ത് സൂപ്പി സിനിമാ നടനല്ലല്ലോ, ഫുട്ബോൾ കളിക്കാരനല്ലേ. പെട്ടെന്ന് പറ, സമയം തീരാറായി. ആര് പറഞ്ഞു സമയം തീരാറായി എന്ന്? UDF ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് വച്ചിട്ട് പോ. വിളിക്കണ്ടായിരുന്നു. സമയം അവസാനിച്ചു. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ സിനിമാ നടൻ, പ്രശസ്തൻ. ആരാണയാൾ? നിങ്ങളുടെ നാവിന്റെ തുഞ്ചത്തുണ്ട്. തുഞ്ചത്ത് കുഞ്ചൻ നമ്പ്യാർ. അല്ല. സാറേ വിഷമിക്കാണ്ടിരി, അടുത്ത ലൈഫ് ലൈൻ കൊടുക്ക്, എന്തായാലും പറയും. എങ്കിൽ മാച്ച് കൊടുക്കടാ 2 തെറ്റുത്തരം. ഇപ്പോൾ ചിറ്റൂർ ഗോപിയും കലാമണ്ഡലം ഗോപിയും മാഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് സുരേഷ് ഗോപിയും ചില്ലി ഗോപിയുമാണ്. ഇത്രയും തുമ്പ് കിട്ടിയില്ലേ, ഇനിയെങ്കിലും ഒന്ന് പറ തമ്പുരാനെ. അതെ. എന്താ? അതെ. എന്താ? പിന്നെ ഒരെണ്ണം കൂടി മാച്ച് തരാൻ പറ്റുമോ? അങ്ങേര് ചോദിച്ചത് കേട്ടില്ലേ ഗുരുജി? ഒരെണ്ണം കൂടി മാച്ച് കൊടുക്ക്. ഏയ്, അത് പറ്റൂല, അത് നിയമത്തിലില്ല. നിയമം മണ്ണാങ്കട്ട. വേലി കിടന്ന ചോദ്യം എടുത്ത് കമ്പ്യൂട്ടറിലിട്ടിട്ട്. അതെനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലേ. മിണ്ടരുത്. ലോകത്തുള്ള മലയാളികൾ മുഴുവൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണ ഈ സാറിന്റെ പേര് ഇങ്ങർക്കറിയാൻ പാലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നുമക്കളെ, പാതാളത്തിൽ TV ഇല്ല, സിനിമയില്ല, കറണ്ടും ഇല്ല. പിന്നെ ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ഗുരുജി, ഇനി എന്ത് ചെയ്യും? തൽക്കാലം സമയം തീരാറായെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടാലോ? മണിക്കുട്ടി, മണിക്കുട്ടി. അത് ഞാൻ പറയേണ്ടതല്ലേ? മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ല, ഓടി വന്നോണ്ടിരിക്കുക. അതേത് മണിക്കുട്ടി? ആ മണിക്കുട്ടിയാണ് ഈ മണിക്കുട്ടി. മണിക്കുട്ടി, DIG ഓഫ് പോലീസ്, തോന്നക്കൽ പഞ്ചായത്ത്. പോലീസുകാർക്കെന്താ ഈ പരിപാടിയിൽ കാര്യം? എന്താ കാര്യമെന്നോ? വിസ തട്ടിപ്പ്, വിവാഹ തട്ടിപ്പ്, കഞ്ചാവ്, കള്ളനോട്ട്, 10-30 കേസിലെ പ്രതിയാ ഇത്രയും നാൾ ഒളിവിലിരുന്ന നിങ്ങളുടെ ഗുരുജി. അയ്യോ, ഇനി വരൂല. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവ് തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ. മഴയിലുണരുന്നൊരേ വയൽ നിരകളിൽ പുളകമണിമാലകൾ കളിച്ചിരികളായി ഇത്തിരി പൂ കൊണ്ടു ചുറ്റിലും പൂക്കാലം പിച്ചകാടിന്റെ പൂത്താലം. കുളിരൂനാലിൽ
ചെന്തെങ്ങിൻ പീലി വീശി നെല്ലോല കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ നെയ്തരാരേ നെയ്തരാരേ. പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ ഈ ജനസുരഭിവാടികളിൽ അകലെ എവിടെ പോയി നീ? മഞ്ചപ്പൂക്കളിൽ നില ഹിമം പൊഴിയുന്ന പൂ അപ്പങ്ങളെമ്പാടും മുത്തയ്ക്ക് ചുട്ടമായി അമ്മായി ചൂട്ടത് മരുമോനിക്കാ